ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടുത്തു. നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടുത്തു. അബീമേലെക്ക് എന്ന രാജാവിനോട് ദൈവം പറയുന്ന വാക്കുകളാണിത്. ദൈവം അബീമേലെക്ക് എന്തോ തെറ്റ് ചെയ്യാൻ പോകുന്നു, പാപം ചെയ്യാൻ പോകുന്നു. അതിന് മുമ്പേ ദൈവം അബീമേലെക്കിനെ തടയുകയാണ്. അബീമേലെക്ക് ഒരു ഫിലിസ്ത്യ രാജാവാണ്. അദ്ദേഹം നീതിയോടും നിഷ്ഠയോടും കൂടെ രാജ്യത്തെ സേവിച്ച ഒരാളാണ്. ഹൃദയപരമാർത്ഥതയോടെ, ദൈവഭയത്തോടെ, സത്യസന്ധതയോടെ രാജ്യത്തെ സേവിച്ച് വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ദേശമായ ഗരാർ എന്ന സ്ഥലത്ത് എവിടെ നിന്നോ വന്ന 2 സഹോദരങ്ങൾ പരദേശിയായി പാർക്കുന്നുണ്ട്. അതറിയുകയാണ്. ഈ 2 സഹോദരങ്ങൾ ദൂരെ ഏതോ ദേശത്തു നിന്ന് എങ്ങോ പോകാൻ വന്നതാണ്. അപ്പം ഇവിടെ വന്ന് പരദേശിയായി പാർക്കുകയാണ്. ഒരു സഹോദരനും സഹോദരിയുമാണ് ആ സഹോദരങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് ഇക്കാര്യം ഈ അബീമേലെക്ക് അറിയുന്നു. ആ സഹോദരി ഒരു യുവതി, അതിസുന്ദരിയാണ്. അവളുടെ സൗന്ദര്യം കണ്ടാൽ ആരും അവളെ ആഗ്രഹിച്ചു പോകും. അത്രമാത്രം സൗന്ദര്യമുള്ള ഒരു യുവതി. ഇവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഈ അബീമേലെക്കും അറിയുകയാണ്, ഈ രാജാവും അറിയുകയാണ്. അപ്പം അങ്ങനെ ആ യുവതിയെ രാജകൊട്ടാരത്തിൽ കൊണ്ടുവരികയാണ്. ഓർക്കണം, അന്ന് ബഹുഭാര്യത്വം ഉള്ള ഒരു സമയമാണ്. 2 or 3 ഭാര്യമാരെയൊക്കെ വെക്കാവുന്ന ഒരു നിയമമുള്ള സമയം. അതുമല്ല, ഇദ്ദേഹം ഒരു രാജാവാണ്. ഇഷ്ടപ്പെടുന്ന യുവതികളെ ഒക്കെ, കന്യകമാരെയൊക്കെ സ്വന്തമാക്കാവുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം അങ്ങനെ ഈ യുവതിയുടെ ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായി ഇവളെ വിവാഹം കഴിക്കാനായിട്ട്, സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ ആഗ്രഹിക്കുമ്പോഴാണ് ഈ കൊട്ടാരത്തിലുള്ള എല്ലാവർക്കും രോഗം പിടിപെടുകയാണ്, അസുഖം ബാധിക്കുകയാണ്. ഈ രാജാവിൻ്റെ മറ്റ് ഭാര്യമാർക്കും മക്കൾക്കും കൊട്ടാരത്തിലുള്ള എല്ലാവർക്കും രോഗം ബാധിച്ച് വിഷമത്തിലാവുമ്പോൾ ഈ അബീമേലെക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് അവിടെ പറയുന്ന കാര്യമാണ്, ഇതൊരു മുന്നറിയിപ്പാണ്. നീ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിന്നെ തടയുകയാണ്. ഇതൊരു മുന്നറിയിപ്പാണ്. അപ്പോഴാണ് അബീമേലെക്ക് അറിയുന്നത്, ഞാൻ എന്ത് പാപമാണ് ചെയ്തത്. ഹൃദയപരമാർത്ഥതയോടെ, നീതിയോടെ, ദൈവത്തെ ഭയന്നോട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ എന്താണ് പാപം ചെയ്തത്? അറിഞ്ഞുകൊണ്ടൊരു പാപം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, നീ ഒരു അന്യപുരുഷൻ്റെ ഭാര്യയെ സ്വന്തമാക്കാൻ പോവുകയാണ്. ഇത് കേട്ട് ഞെട്ടി. അപ്പം ആ സഹോദരി എന്ന് പറയുന്നത് ഒരു പുരുഷൻ്റെ ഭാര്യയാണ്. ആ സഹോദരങ്ങളെന്ന് വന്ന് ഇവിടെ താമസിക്കുന്നുവെങ്കിലും സത്യത്തിൽ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. ഇത് കേട്ടുകൊണ്ട് അബീമേലെക്ക് ഇവരെ കൊട്ടാരത്തിലേക്ക് വരികയാണ്. അവർ മറ്റാരുമായിരുന്നില്ല. അത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമും അനേക ജനതകളുടെ മാതാവായ സാറയുമായിരുന്നു. അവർ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. എന്നാൽ ഇവിടെ വന്ന് പാർക്കുമ്പോൾ, അന്യദേശത്ത് വന്ന് പാർക്കുമ്പോൾ ഇവളുടെ സൗന്ദര്യം കണ്ടിട്ട് അബ്രഹാം ഭയന്നു, സ്വന്തം ജീവനെ ഭയക്കുകയാണ്. ഇവളുടെ സൗന്ദര്യം കണ്ടിട്ട് ഈ അബ്രഹാമിനെ കൊന്നിട്ട് ഈ സാറയെ ആരും സ്വന്തമാക്കിയാലെന്ന ഭയത്തിലാണ്, തൻ്റെ ജീവനെ ഭയന്നാണ് അവിടെ കളവ് പറയുന്നത്. അങ്ങനെ കളവ് പറഞ്ഞപ്പോൾ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അബീമേലെക്ക് ചോദിക്കുന്നു, നീ എന്നോട് എന്താ ചെയ്തത്? ഞങ്ങളുടെ രാജ്യത്തെയൊക്കെ വിഷമത്തിലാക്കിയെന്ന് പറയുമ്പോൾ ഈ അബ്രഹാം പറയുകയാണ്, ഞാൻ കള്ളത്തരം ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ സത്യമാണ് പറഞ്ഞത്. സത്യത്തിൽ ഞങ്ങൾ സഹോദരങ്ങൾ തന്നെയാണ്. നമുക്കറിയാം, ഈ അബ്രഹാമും ഈ സാറയും സഹോദരങ്ങൾ തന്നെയാണ്. ഒരേ അപ്പൻ്റെ മക്കളാണ്, തേരഹിൻ്റെ മക്കളാണ് അബ്രഹാമും സാറായും. എന്നാൽ ആ 2 അമ്മമാരുടെ 2 വ്യത്യസ്ത മാതാക്കളുടെ മക്കളാണ് ഈ സാറായും ഈ അബ്രഹാമും. കാരണം ബഹുഭാര്യത്വമുള്ള സമയമാണ്. തേരഹിൻ്റെ വ്യത്യസ്തരായ 2 ഭാര്യമാരിലുണ്ടായ മക്കളാണ് ഈ അബ്രഹാമും സാറായും. പക്ഷേ അവർ വിവാഹിതരായി. അന്ന് അതും അനുശാസിക്കുന്നുണ്ടാവാം. അങ്ങനെ ഒരു ബന്ധവും അവർ കുഴപ്പമില്ലെന്ന് പറയുന്ന കാലമായിരുന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് അബ്രഹാം പറയുന്നത്, ഞാൻ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ സഹോദരങ്ങൾ തന്നെയാണ്, എന്നാൽ നിങ്ങൾ വിവാഹം കഴിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ഒടുവിൽ പാപം ചെയ്യാതെ ഈ അബീമേലെക്ക് അവരെ വിടുകയാണ്. അതിന് പ്രായശ്ചിത്തമായി 1000 വെള്ളിക്കാശ് കൊടുത്താണ് പ്രായശ്ചിത്തമായിട്ട്. എന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ പറയുകയാണ്, അവളിൽ ഒരു കളങ്കവും പറ്റിയില്ല എന്ന് ലോകത്തോട്, അവൻ്റെ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞ് അവളെ സത്യസന്ധയായി കളങ്കമില്ല എന്ന് ആ പേര്, ഒരു കളങ്കവും വരുത്തിയില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അവരെ വിടുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ കാണേണ്ടത്, ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്, സദുദ്ദേശത്തോടുകൂടി ആയാലും ഒരു സത്യം മറച്ചു വെച്ചപ്പോൾ ഉണ്ടായ പ്രശ്നം. അതുകൊണ്ട് കള്ളത്തരം
പറയുമ്പോൾ 2 വട്ടം ആലോചിക്കണം. അതുണ്ടാക്കുന്ന അനിഷ്ട സംഭവങ്ങൾ എന്താണെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമത്, സത്യത്തിൽ അബീമേലെക്ക് ദൈവത്തോട് പാപം ചെയ്തിട്ടില്ല. എന്നാൽ അബീമേലെക്ക് ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റും ദൈവത്തോട് ആണ് എന്നുള്ള ബോധ്യമാണ് ഇവിടെ വരുന്നത്. പറയുകയാണ്, അബീമേലെക്ക് അന്യൻ്റെ ഭാര്യയെ മോഹിക്കുകയാണ്. അത് ദൈവത്തോട് ചെയ്ത തെറ്റല്ല, ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു തെറ്റാണ്. പക്ഷെങ്കിൽ അവിടെ ദൈവം അവൻ്റെ നീതിപൂർവമായ ആ ഒരു സത്യസന്ധനായ ഒരു രാജാവിനെ പാപം ചെയ്യാതിരിക്കാനായിട്ട് ഇവിടെ തടയുകയാണ്. അപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്ന ഓരോ നമ്മുടെ സഹോദരങ്ങളോടായാലും ബന്ധുക്കളോടായാലും ചുറ്റുപാടുമുള്ളവരോടും ആരോട് ചെയ്യുന്ന തെറ്റും ആ ദൈവത്തോട് ചെയ്യുന്ന തെറ്റാണ്, ദൈവത്തോട് ചെയ്യുന്ന പാപമാണ്. അതിൽ നിന്ന് നമുക്ക് ദോഷമുണ്ടാകുമെന്നുകൂടി ഈ വേദഭാഗം പഠിക്കാൻ. ഇതുതന്നെയാണ് നമുക്കറിയാം, ഡെമസ്കോസിൻ്റെ പടിവാതിൽക്ക് ഒരു കണ്ടുമുട്ടൽ ഉണ്ടാകുന്നുണ്ട്. ശൗൽ, പിന്നീട് പൗലോസായ ആ ശൗലും കർത്താവും തമ്മിലൊരു കണ്ടുമുട്ടൽ ഉണ്ടാകുന്നുണ്ട്. അവിടെ കർത്താവ് പറയുന്നൊരു വാക്യമുണ്ട്, എന്നെ നീ ദ്രോഹിക്കുന്നതെന്ത്? സത്യത്തിൽ ശൗല് കർത്താവിനെ ദ്രോഹിച്ചിട്ടില്ല. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിങ്ങനെ മുന്നേറുമ്പോഴാണ് പറയുന്നത്, ശൗലി ശൗലി നീ എന്നെ ദ്രോഹിക്കുന്നതെന്തെന്ന് ചോദിക്കുകയാണ്. കാരണം ക്രിസ്ത്യാനികളെ, തൻ്റെ ജനതയെ പീഡിപ്പിക്കുന്ന ദൈവത്തെ പീഡിപ്പിക്കുന്ന തുല്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ചെയ്യുന്ന ഏത് തെറ്റും അത് ദൈവത്തോട് ചെയ്യുന്ന തെറ്റാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി തെറ്റ് ചെയ്യാതെ ദൈവത്തോട് ചേർന്നിരിപ്പാൻ സത്യസന്ധതയോടെ അബീമേലെക്കിനെ പോലെ നീതിനിഷ്ഠമായ ചെയ്യുമ്പോൾ അറിയാതെ ചെയ്ത തെറ്റാണ്, അവിടെ ദൈവം തമ്പുരാൻ അവനെ തെറ്റ് ചെയ്യാതെ തടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന ഏത് തെറ്റും ദൈവത്തോട് ചെയ്യുന്ന തെറ്റാണെന്ന് ബോധ്യത്തോട് ജീവിക്കുവാനും ദൈവികമായ അനുഭവത്തിൽ ജീവിക്കുവാനും നമുക്ക് കഴിയട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.